നനയ്ക്കാറ്, അതായത് 7 മണിക്കൊക്കെ ശേഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ, നമുക്ക് രാവിലെ കഞ്ഞിക്ക് ഇന്ന് പീച്ചിങ് ആയിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കണേ. അപ്പൊ ഇവിടെ ഒരു പീച്ചിങ് ഉണ്ട്. പീച്ചിങ് ഉണ്ടാവുന്നുണ്ട് കേട്ടാ. കണ്ടാ, ഈ എക്കിലൊക്കെ ഉണ്ടാവുന്നത് പീച്ചിങ് കേട്ടാ. കുഞ്ഞു കുഞ്ഞീതുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അവിടെ ഒന്നുണ്ട്, അതുകൊണ്ട് പൊട്ടിച്ചെടുക്കണം. നമ്മുടെ പീച്ചിങ് തെങ്ങിന്റെ മുകളിലേക്ക് ഈ വട്ടം കയറി പോയി നോക്കണം. മുകളിലേക്ക് അങ്ങനെ പടർന്ന് പോയിരിക്കാട്ടാ. അപ്പൊ ഫസ്റ്റിലൊരു പീച്ചിങ് ഉണ്ടായപ്പോഴേ അത് നിർത്തി കൊടുത്തു. അതെന്തോരം വലുതാവും അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പീച്ചിങ്ങയുടെ വലിപ്പം നോക്കിയേ, കണ്ടാ, കാണാണ്ട നമ്മുടെ കൊള്ളിത്തറീനിക്ക് വലുതായി ഇങ്ങനെ എടുക്കുക. ഞങ്ങളുടെ കാറ്റ് നോക്കട്ടെ, എന്റെ ഉള്ളിൽ കൂടെ പറ്റില്ല. വേണ്ട, മുകളിൽ കൂടെ കട്ടി തരാണ്ട. ഭയങ്കര നീളം. പക്ഷെ ഇത് കറി വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. നന്നായി മൂത്ത് ചകിരി പോലെ ഇരിക്കുക. അപ്പൊ എനിക്ക് കഞ്ഞിക്ക് എന്ന് പറയുന്നത് ഈ 2 പീച്ചിങ് മതി. ഇന്നുണ്ടല്ലോ നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടാ. അതായത് ഇവിടുത്തെ വല്യേച്ചിയുടെ ആങ്ങളുടെ മോന്റെ കല്യാണമാണ്. അപ്പൊ അത് കാരണം രാവിലെ പറമ്പിൽ ഇറങ്ങിയിട്ടുള്ള പണികൾ എടുക്കലൊന്നുമില്ല. വേഗം കഞ്ഞി വയ്ക്കുക, കല്യാണത്തിന് പോവാ. ഇന്ന് ഞാനുണ്ടല്ലോ ഗോതമ്പ് കഞ്ഞിയാണ് വെക്കുന്നത് കേട്ടാ. സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോണ ദിവസം ഞാൻ ഗോതമ്പ് കഞ്ഞി വെക്കാറില്ല. ഒരു ഹെൽത്ത് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടാണ് പോവാറ്. ഇന്ന് പക്ഷെ കഞ്ഞി വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഗോതമ്പ് കഞ്ഞി കുടിക്കുന്ന ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാവരും ചോദിച്ചത്, കുറെ കമന്റ് വന്നത് എങ്ങനെയുള്ള ഗോതമ്പരിയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് കഞ്ഞി വെക്കണേന്നൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കല്യാണമാണെങ്കിലും എനിക്ക് തോന്നി ഇന്ന് രാവിലെ ഒരു കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചിട്ട് കല്യാണത്തിന് പോവാന്ന് തോന്നിയത്. അപ്പൊ ഞാൻ ഉപയോഗിക്കണമെന്ന് പറയണത് കണ്ട, എലൈറ്റിന്റെ സൂചി ഗോതമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടാ. ഇതൊരു എന്താ പറയാ, നന്നായിട്ട് നുറുക്കായിട്ട് തന്നെ ഒരു ഗോതമ്പിന് തന്നെ ഒരു 5-8 പീസായ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിരിക്കും. അപ്പൊ ഞാനിത് വെക്കുന്നത് കാണിക്കാം. അപ്പൊ ഞാനിത് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്താണ് ഇത് കഴുകിയെടുക്കുക. നമ്മളിപ്പോ നോക്കിയ ഒരു 1/2 ഗ്ലാസിന്റെ അടുത്തേക്കാണ് ഗോതമ്പരി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും മതിയിട്ട്. അപ്പൊ 2 ആൾക്ക് നന്നായിട്ട് കുടിക്കാനുണ്ടാവും. കഞ്ഞിക്കാവുമ്പോ നമ്മള് നന്നായിട്ട് വെള്ളത്തിലല്ല കുടിക്കുക, കട്ടിയിലല്ലായിട്ട് ഞങ്ങൾ കുടിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും മതി, ഒരു 1/2 ഗ്ലാസിന്റെ അടുത്തേക്ക് മതി കേട്ടാ. ഇനിയിപ്പോ നമ്മളിതാ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ ഇടും. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് കഴുകിയെടുക്കുള്ളൂ. നമ്മളൊരു സാധാരണ അരിക്കും കഴുകണ പോലെ തന്നെ ഒരു 4 പ്രാവശ്യമൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടാ. ഇന്നിപ്പോ ഞാൻ കുക്കറിലാട്ടാ കഞ്ഞി വെക്കുന്നത്. ഇപ്പൊ നമ്മുടെ വിറകടുപ്പൊക്കെ ആയ പിന്നെ ഞാൻ കലത്തിലിട്ടാണ് കഞ്ഞി വെക്കാറ്. പക്ഷെ ഇങ്ങനെയുള്ള പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു ദിവസമൊക്കെ വരുമ്പോ പെട്ടെന്ന് തന്നെ ആവാനായിട്ട് നമുക്ക് കുക്കറാട്ടാ നല്ലത്. പിന്നെ ഞാൻ 2 ഗ്ലാസിന്റെ അടുത്തേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ നിന്ന് ഇങ്ങനെ ചീറ്റി പുറത്തു പോവും. പിന്നീട് നമുക്ക് വെള്ളം ആവശ്യത്തിന് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി കഞ്ഞിയുടെ പാകത്തിനായിട്ടേ. തീ കത്തിച്ച് നമ്മളിതാ കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഒരു വിസിൽ മതിയിട്ടാ. ഒരു വിസിൽ വന്ന് അതിൽ ടയർ പോയി കഴിഞ്ഞാൽ കഞ്ഞി കൃത്യം പാകത്തിന് വെന്തിട്ടുണ്ടാവും കേട്ടാ. നമ്മുടെ കഞ്ഞിയിൽ ടയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഒപ്പം തന്നെ എന്റേതാ നമ്മുടെ പീച്ചിങ്ങും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. പീച്ചിങ് പിന്നെ ഞാൻ സാധാരണ നമ്മുടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമല്ലോ അതേപോലെ തന്നെയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ കഞ്ഞി നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇതിലിപ്പോ അധികം വെള്ളമൊന്നും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് വെള്ളം ആവശ്യത്തിന് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം വേണട്ടോ നമ്മൾ എപ്പോഴും ഒഴിക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കരിക്കും. എന്നിട്ടിതാ ഈ ഒരു അളവ് വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പ് മതി കേട്ടോ. വേണ്ട, നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് കേട്ടോ ഒഴിക്കുമ്പോ തന്നെ അറിയാം. കണ്ട നല്ലൊരളവില് ഇത്രേ ഉള്ളൂ കേട്ടോ. കഞ്ഞി കഴിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പൊ നന്നായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ എത്രയും മരിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാ. എന്നാ നമ്മുടെ കഞ്ഞി ഇതാ റെഡി ആയിട്ടാ. അപ്പൊ
കഞ്ഞി വെക്കാനായിട്ട് വളരെ ഈസിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു കഞ്ഞി ഗോതമ്പ് ഉണ്ടല്ലോ, ഇതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്മാവൊക്കെ ഉണ്ടാക്കാം കേട്ടാ. അപ്പൊ നമ്മൾ വേഗം കഞ്ഞിക്ക് വിളിച്ചേ യാത്രയിൽ പോവാൻ നോക്കാം. അപ്പൊ നമ്മളിതാ കല്യാണത്തിന് പോവാണ് കേട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സാരികൾ നമ്മൾ സെലക്ട് ചെയ്തല്ലോ, അതിലിതാ ഈ ഒരു സാരി ആയിട്ട് ഞാൻ എടുത്തത് നമ്മുടെ കൺമണിക്കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ എൻഗേജ്മെന്റിന്റെ സാരിയാണ് കേട്ടത്. പിന്നെ അന്നത്തെ സാരിക്കുള്ള ബ്ലൗസ് ഒക്കെ ഇത്രയും വെച്ചിട്ടാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ ട്രെൻഡ് ഇവിടെ വരികയാണല്ലോ, വെട്ടി കളയണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, അത് തന്നെ ഇടാം. കൃത്യ അളവായിരുന്നു, ഒന്നും ചെയ്യേണ്ടിന്ന് വന്നില്ല കേട്ടാ. അപ്പൊ നമ്മള് കല്യാണ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കൺമണിക്കുട്ടി പറഞ്ഞേ ഹായ് പറഞ്ഞേ. നമുക്ക് കേട്ടാ നമ്മുടെ വാഴ ഉറങ്ങാണോ? വടക്കുന്നാഥൻ അമ്പലത്തിലായിരുന്നു കെട്ട്. 9 മണി തൊട്ട് 10 മണി വരെയായിരുന്നു കെട്ട്. പക്ഷെ ഞങ്ങൾക്ക് കെട്ട് കാണാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങൾ നേരെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കല്യാണച്ചക്കന്റെ പേര് വിഷ്ണുവും പെൺകുട്ടിയുടെ പേര് അനുപമാന്നാട്ടാ. പിന്നെ ഞങ്ങൾക്ക് അമ്പലത്തിനുള്ളിൽ കയറി തൊഴാലെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറാണ്. അപ്പൊ കെട്ട് കഴിഞ്ഞ് നമ്മുടെ ചെക്കനും പെണ്ണും അമ്പലത്തിന് വലം വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അതേപോലെ തന്നെ തൊഴുത് ഒന്ന് അമ്പലത്തിലേക്ക് വലം വെച്ചുട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം. ഈ റെഡ് സാരി എടുത്താട്ടോ ചെക്കന്റെ അമ്മ പ്രീതയുടെ അനിയത്തിയാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. പിന്നെ വലിയേട്ടന്റെ മോളാണ് കേട്ടോ വയലേറ്റ് സാരി കൊടുത്തത്. ഇന്ദുവിന്റെ മക്കളാണ്. കുട്ടൻ മഞ്ഞ ഷർട്ട് ഇട്ടതും. പിന്നെ എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കണം നമ്മുടെ ചിന്നീട്ട. പിന്നെ ഇത് സുദീപ്, ഇന്ദുവിന്റെ ഹസ്ബൻഡ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ സദ്യ ഇവിടെ കെട്ടി കഴിഞ്ഞിട്ട് സദ്യ മുണ്ടത്തിക്കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടാ. അവിടെ ചെന്ന് അപ്പൊ തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളിതാ ഭക്ഷണം കഴിക്കാനിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സദ്യ കിട്ടിയ സന്തോഷം എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു. നല്ല സദ്യ തന്നെയായിരുന്നു കേട്ടാ. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിക്ക് ഏതോ ഡൗട്ട്, കാരണം വീഡിയോ പിടിച്ചത് വേറൊരു കുട്ടിയായിരുന്നു. അവളാണെങ്കിൽ ആ കുട്ടീനെ കണ്ടിട്ടില്ല. അത് കണ്ടതിന് ക്യാമറയിലേക്ക് നോക്കി വൈക്ക് അവൾ മുഖം തിരിച്ചു കിട്ടാ. പിന്നെ ഉണ്ടല്ലോ ഇത് സുലോചന ചേച്ചിട്ടാ. സുലോചന ചേച്ചി നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും കൂടിയിട്ട് വീഡിയോയിൽ കൂടെയാണ് എന്നെ കൂടുതൽ പരിചയം. അപ്പൊ ചേച്ചി ഫാമിലിയിലുള്ള എല്ലാവരും എന്നെ പരിചയപ്പെടുത്തേക്ക് തന്നിട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള കുറെ വിശേഷങ്ങളൊക്കെ പറയാനായിരുന്നു ഇഷ്ടം. അപ്പൊ ഞാനും എന്താ പറയാ, ആ സമയം എനിക്കും വളരെ സന്തോഷമുള്ള സമയങ്ങളൊക്കെ ആയിരുന്നു. ഇത് നമ്മുടെ കല്യാണ ചെക്കന്റെ പെങ്ങളാണ് കേട്ടോ, കൃഷ്ണവേണി. പിന്നെ ഇത് വെള്ളിയേച്ചിയുടെ അച്ഛനാണ്. അത് കഴിഞ്ഞ് നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാരണം നമ്മുടെ ഈ മുണ്ടത്തിക്കോട് ഓഡിറ്റോറിയത്തിലായിരുന്നു പറഞ്ഞല്ലോ നമ്മുടെ സദ്യ. അപ്പൊ അവിടുന്ന് കുറച്ച് പോയാൽ മതി ഇവിടുത്തെ അമ്മയുടെ അനിയത്തിയുടെ വീട്. അപ്പൊ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടാ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇളയമ്മ. ഇളയമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് ഭയങ്കര സന്തോഷം തോന്നി. തിരിച്ച് ഞങ്ങൾക്ക് കിട്ടാ. ഫോണിൽ കൂടെ വിളിക്കും സംസാരിക്കുമെങ്കിലും കൂടിയിട്ട് കാണലൊക്കെ ഭയങ്കര കുറവാണ്. ഇളയമ്മയ്ക്കും തീരെ വയ്യാതിക്ക് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇളയമ്മ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് എത്ര സമയമില്ല ഇങ്ങോട്ട് ഓടി വന്നിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് കാണാനായിട്ട്. ഇവിടെ വന്ന എല്ലാവരും കാണാനോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ഇളയമ്മ വന്നിരുന്നിട്ടാ. പിന്നെ ഇളയമ്മയ്ക്ക് 2 മക്കളാണ് ഉള്ളത്, ഒരു മോനും ഒരു മോളും. മോനും വൈഫും മക്കളൊക്കെയും അവരും അമ്പലത്തേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരണമെന്നുള്ളത്. ഇവിടെ മുണ്ടത്തിക്കോടാണ് നമ്മുടെ ഓഡിറ്റോറിയം. അപ്പൊ അടുത്താണല്ലോ ഇളയമ്മേനെ വീട്ടിൽ ഉള്ളതൊക്കെ അറിഞ്ഞപ്പോ പെട്ടെന്നുള്ള ഒരു തീരുമാനം ഇങ്ങോട്ട് ഇളയമ്മയുടെ അടുത്തേക്ക് വരാനായിട്ട്. പിന്നെ ഇതാണ് കേട്ടോ ഇളയമ്മയുടെ മോള് സുമാന്ന കേട്ടോ അവളുടെ പേര്. അങ്ങനെ കുറച്ചു നേരം ഇളയമ്മരൊക്കെ എടുത്തിരുന്ന് അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇളയമ്മ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ആന്ത്രൊക്കെ തന്നു വിട്ടിട്ട് നല്ല വെളുപ്പുള്ള നല്ല അഭിഷേകത്തിന് പഴുതായിട്ടില്ല. അങ്ങനെ യാത്രയ്ക്ക് പറഞ്ഞിട്ടില്ല. നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനും ഉണ്ട് കേട്ടാ. ആഷിദ നാസറിന്റെ മകൾ നസ്രിയയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ഡിസംബർ 24-ാം തീയതി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ നസ്രിയ. ഇനി ഹായ് പറയാനാണുള്ളത് ബിന്ദു CS. ഹായ് ബിന്ദേച്ചി. സുൽബത്ത് ബൈജു. ഹായ് സുൽബത്ത്. ഷെർലി മാർട്ടിൻ. ഹായ് ഷെർലി. ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. വായോട്ടാ. ഇന്ന് നമ്മളെ കല്യാണമൊക്കെ ആയ കാരണം രാവിലെ ഷായിട്ട് ഈ പറമ്പ് വന്ന് നനച്ചു, ഞാൻ അവിടുത്തെ പറമ്പ് നനയ്ക്കാട്ട് ചെയ്തത്. പക്ഷെ അപ്പൊ കുക്കമ്പർ കുറച്ച് പൊട്ടിക്കാനുണ്ട്, അത് പൊട്ടിച്ചെടുത്തിട്ടില്ല. അപ്പൊ ഉറക്കെ എടുത്ത് ഇറങ്ങി നമ്മളിങ്ങോട്ട്. അപ്പൊ നോക്കിയേ തന്നെ കുക്കമ്പർ എന്താ പറയാ, ഓരോ ദിവസം വൈകും തോറും കൂടുതൽ മൂത്താലും പിന്നെ ടേസ്റ്റ് പറയുള്ളൂ. ഒരു 4-5 ഉണ്ട് കേട്ടോ. ഇതിന് ഒരു 3 ഉണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് നമുക്ക് 3, അങ്ങനെ 6 പൊട്ടിച്ചെടുക്കാം. അപ്പൊ അത് പൊട്ടിക്കാം. വേറെ എന്താ പറയാ, പിന്നെ നമുക്കുള്ളത് നമ്മുടെ മറ്റേ മുളകാണ്. മുളക് പഴുത്തു തുടങ്ങിയപ്പോ മഞ്ഞ കളർ വന്നു പറഞ്ഞല്ലോ, അപ്പൊ അത് പൊട്ടിക്കണം. ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ഈ കുക്കമ്പറിന്റെ പേര് വൈറ്റ് സ്നോ കുക്കമ്പർ എന്നാട്ടാ.
നമ്മള് വൈറ്റ് സ്നോ കുക്കമ്പറുമ്പോ എനിക്ക് തോന്നുന്നു മറ്റേ നല്ല പച്ച കളറുള്ള ആ കുക്കമ്പറിനേക്കാളും നന്നായിട്ടുണ്ടാവുക ഈ ഒരു തൈമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടാ. ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതായ കാരണമാണ് വേഗം വേഗം തന്നെ ഉണ്ടാവുന്നത്. ഒന്ന് നട്ട് ഇതിലേക്ക് കയറി തുടങ്ങുമ്പോ തന്നെ കടക്കുന്ന തന്നെ ഉണ്ടായി തുടങ്ങും. ഞാൻ ഫസ്റ്റില് പൊട്ടിച്ചത് കടക്കുന്നല്ലേ, ഇപ്പഴായാലും കണ്ട താഴെ കണ്ടാ. ഈ ഹൈബ്രിഡിൽ ചെടികൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, വേഗം വേഗം ഉണ്ടായി തുടങ്ങും, താഴെ തന്നെ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ തല വളർന്ന് വരുന്നതിനനുസരിച്ച് മുകളിലേക്ക് കുറച്ച് ഓരോക്കിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാനത് എപ്പോഴും പറയാറുണ്ട് കേട്ടാ. പിന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുക്കമ്പന്ന് ഇട്ട് കൊടുക്കണ വളം എന്ന് പറയണത് ഇത് തന്നെ, നന്നായിട്ട് ഉണക്കച്ചാണ് ഇട്ട് കൊടുക്കും, പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കും, പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നതിന്റെ കാരണം ഇട്ട് കൊടുക്കണം കേട്ടാ. കുറെ കീടങ്ങളെ അതിനകത്ത് പല്ലുകൊണ്ട് കുറെ കീടങ്ങളുടെ ശല്യം കുറയും. പിന്നെ നമ്മള് കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് നേർപ്പിച്ചിട്ട് അതിന്റെ തെളി എടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ കുക്കമ്പറൊക്കെ ഉണ്ടാവാനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു എല്ലാ പച്ചക്കറികൾക്ക് അത് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെയും കൂടി ഉണ്ട്, അതുകൂടി പൊട്ടിച്ചെടുക്കാൻ നോക്കും. കണ്ടപ്പോ ഇതിന്റെ നോക്കിയേ, കണ്ടാ ഇതിന്റെ ഓരോ തല ഇങ്ങനെ ഉണ്ടാവണേ ഈ ചെറുതൊക്കെ അതാണ് കേട്ടാ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവര് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ വളം ചെയ്ത് കൊടുത്ത് കൊണ്ടേയിരിക്കണം കേട്ടാ. അതും മെയിനായിട്ട് ചെയ്യേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞു തന്നെ, നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് നേർപ്പിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ തെളി വെച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടപ്പോ കടക്കിലാണ് ഉണ്ടായി നിൽക്കുന്നതാണ് ഞാൻ പൊട്ടിക്കുന്നത്. ഇത് ഈ ചെടിയിലും കണ്ട കടക്കുണ്ടാവണത് തന്നെ. പേളിക്കുട്ടി നീ ഒതുങ്ങി നിൽക്കണം കേട്ടാ. നോക്കിയേ നമ്മുടെ കുക്കമ്പർ. ഇനിയിപ്പോ 2 മുളക് കൂടി പഴുത്ത് നിൽക്കട്ടെ, അതിന് പൊട്ടിച്ചെടുക്കാൻ മതി. ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ പേളി വന്നല്ലെങ്കിൽ ഇതിലേ അവൾക്ക് എന്ത് കിട്ടിയാലും കടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് പേളിക്ക്. അവൾ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ആ കുക്കമ്പറും പിടിച്ച് കടിക്കും. നോക്കിയേ എന്ത് ഭംഗിയ കളറ്, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇപ്പഴത്തെ നമ്മുടെ ഇതായിട്ട് നിൽക്കണത് ക്യാപ്സിക്കം. അതേപോലെ തന്നെ ഇപ്പഴത്തെ ഒരു തൈമ നോക്കിയേ. ഇപ്പൊ നമ്മുടെ ആവശ്യത്തിലുള്ള ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ഇവിടെ തന്നെ പൊട്ടിക്കാൻ കിട്ടില്ല. തന്നെ നമ്മുടെ ഈ മഞ്ഞമുളകില്ലേ നോക്കിയേ, അതിന്റെ മുളകുകൾ ഉണ്ടായിരുന്നു നോക്കിയേ, അങ്ങനത്തെ മുളകുകൾ ഇവിടെ എന്താ കൊറേ വാരിക്കൂരി ഉണ്ടാവണ പോലെ എനിക്ക് തോന്നണില്ല കേട്ടോ. ഈ ഒരു തൈന്നത് ഒരു പ്രത്യേകത തരത്തിൽ പെട്ട മുളകല്ലേ, അപ്പൊ ചിലപ്പോഴേ എന്നാലും എല്ലാ കടയും ഉണ്ടാവുന്നുണ്ട്. കണ്ട ഇപ്പൊ ഈ ഒരു കടയമേക്ക് നോക്കിയാലും കണ്ട പ്രത്യേകതയുള്ളൊരു മുളക്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പൊട്ടിക്കണില്ലേ. നമ്മുടെ പേളി നോക്കിയേ, അവളിങ്ങനെ ഓരോ പച്ചക്കറിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ പിന്നാലെ കൂടിയിട്ട്. നമ്മളെക്കാളും ഭയങ്കര അന്വേഷണ ഓരോന്നിന്റെ കടക്കിലും പോയിട്ട് അന്വേഷിക്കില്ലേ നമ്മള് നട്ടേന്റെ ഉള്ളില്. പക്ഷെ ഞാനേ കൂടുതൽ അങ്ങോട്ട് പോണില്ല, അവളെ എന്റെ പിന്നാലെ വന്നത് ഒക്കെ ഒടിക്കും. അത് കാരണം ഉള്ളിയുടെ ഭാഗത്തേക്കൊന്നും പോണില്ല. അവളുടെ പോക്ക് കഴിഞ്ഞിതാ തിരിച്ചില്ല പോയി തുടങ്ങി. എന്താ ഇങ്ങനെ നടക്കും, എന്താ ശ്രദ്ധ. നമ്മള് ഇങ്ങനെ നോക്കാനിട്ടാ തോന്നിട്ട് ഇപ്പൊ അവളും ഭയങ്കര ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണ സംഭവം അവൾക്ക്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമ്മളിതാ വീട്ടിൽ ചെന്ന് ഡ്രസ് മാറി നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. ഇപ്പൊ ഒരു 5:15 ആയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മള് കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് 3:30 ആയിട്ടാ. കുറെ സമയമായിട്ടുണ്ട്. ഞാനുണ്ടല്ലോ നമ്മുടെ ഈ ഹാങ്ങിന് രാത്രിയിലാണ് നനയ്ക്കാറ്, അതായത് 7 മണിക്കൊക്കെ ശേഷം ഇട്ടാ. ഞാൻ വിചാരിച്ചിരുന്ന കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നനച്ചാൽ മതിയോ എന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അവിടേക്ക് പോയിട്ട് വരുമ്പോ എന്തായാലും നേരം കഴിച്ചല്ലോ, അപ്പൊ പിന്നെ ഇതും കൂടി നനച്ചിട്ട് ഇറങ്ങാതെ വിചാരിച്ചു. നമ്മളിതാ റിസപ്ഷന് പോകാനായിട്ട് റെഡി ആയിട്ടാ. അപ്പൊ ഞാൻ കാലത്ത് നമ്മുടെ കൺമണി കുട്ടീനെ അമ്മേനെ പരിചയപ്പെടുത്താൻ മറന്നു. കാരണം കുറെ പേർക്ക് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ കൺമണി കുട്ടിയുടെ അമ്മ. അപ്പൊ നമുക്കിനി റിസപ്ഷൻ അവിടെ വെച്ച് കാണാം.
കല്യാണ ചെക്കന്റെ അച്ഛനും അമ്മയാണ് കേട്ടോ, ദേവൻ ചേട്ടനും പ്രീതേച്ചി. നമ്മളുണ്ടല്ലോ അതാ ഓഡിറ്റോറിയത്തിലെത്താം. അപ്പൊ ഇവിടെ ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തുന്നൊന്നുമില്ല. എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സുകളും അതല്ലെങ്കിൽ തന്നെ നമ്മുടെ യൂണിക് ഫാമിലിയിലത്തെ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെയും പരിചയപ്പെടുത്തുന്നില്ല. എല്ലാവരെയും മാക്സിമം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാരത് ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. വൈകാൻ മണിയാ ഇറങ്ങ. എത്ര നേരം വേണമെങ്കിലും നിന്നോളൂ. നമുക്ക് പയ്യ പറയണ്ടേ. അപ്പൊ നമ്മളിതാ കല്യാണൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തി. കൺമണി കുട്ടി ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. പറയേ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ആ. അപ്പൊ ഇനി എന്താ നമുക്ക് നിർത്തണ്ട കൺമണിയെ. ദേ ചാർലി, പേളി, കാമ്പ്രി എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മുടെ അല്ലു ഇരിക്കണ നോക്കി താഴത്ത്. അല്ലുക അവള് പിന്നെ ക്യാമറ എനിക്ക് ഇഷ്ടമില്ലല്ലോ. എല്ലാവരും ഉണ്ട്. അയ്യോ രണ്ടുപേരെ കാണാനില്ല. ടൈസിനെയും അംബ്രൂസിനെയും കാണാനില്ല. അവരെ എവിടെ പെട്ടാവോ. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടാ. നമ്മുടെ വീട്ടിലിതാ ക്രിസ്മസ് കരോള് വന്നിരിക്കട്ടെ. അവര് നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് കളിക്കണെങ്കിലും കൂടിയിട്ട് നമുക്ക് അങ്ങനെ പാട്ട് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ പാട്ടൊന്നും അതിൽ കയറ്റിയിട്ടില്ല കേട്ടാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ കൺമണിക്കുട്ടിയൊക്കെ അങ്ങോട്ട് വീട്ടിൽ പോയതിനു ശേഷമായിട്ട് അവര് വന്നത്. അങ്ങോട്ട് പോണുണ്ട് കൺമണിക്കുട്ടിയുടെ വീട്ടിലേക്ക് അവര്. എന്തായാലും അങ്ങനെ നമ്മുടെ വീഡിയോയില് ഞാനൊരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞെങ്കിലും കൂടിയിട്ട് കൺമണിക്കുട്ടിയും പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇത് നല്ലൊരു കാഴ്ചയായില്ലേ എല്ലാവർക്കും. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാണ്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.